ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ദേവിയാണെങ്കിൽ ദേവമംഗലത്തെത്തി മീനുവിനോടും മീനാക്ഷിയോടും പറയുന്നുണ്ട്, എനിക്ക് ഇവരോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് അങ്ങ് കയറുവാണ്. അപ്പോഴേക്കും ഗോമതി വന്നിട്ട്, നിൽക്കടി അവിടെ, ഇങ്ങോട്ട് കയറിയാൽ നിന്റെ കാല് ഞാൻ വെട്ടും എന്നൊക്കെ പറയുമ്പോഴേക്കും ദേവി പിറകോട്ട് തന്നെ കാല് വലിക്കുകയാണ്. എന്നിട്ട് പറയും, അമ്മേ ആരാടി നിന്റെ അമ്മ, എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിടല്ലേ അമ്മ എന്നൊക്കെ പറയുമ്പോൾ, ഇതെങ്ങനെയാടി നിന്റെ വീടാവുന്നേ, ഇന്നലത്തോടെ നിനക്ക് ഈ വീടും മായിട്ടുള്ള ബന്ധമൊക്കെ ഒഴിവായി, അങ്ങനെയൊന്നും പറയല്ല അമ്മേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അറിയും. അപ്പോഴേക്കും ബാലൻ വരുന്നു. ബാലച്ച എന്ന് വിളിക്കുമ്പോൾ ബാലനും ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ. ബാലച്ച എന്ന് വിളിച്ച് വീണ്ടും കയറി പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, നീ എങ്ങോട്ടാ, ഇതുവരെ ഞാൻ തെറ്റൊന്നും പറയാത്ത ബാലച്ചനെ വരെ ഞാൻ എന്തൊക്കെ പറഞ്ഞു എന്ന് നിനക്കറിയോ. അക്ഷരം മിണ്ടാതെ അദ്ദേഹം കേട്ടു നിന്നു എന്നല്ലാതെ ബാലേട്ടൻ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ടില്ല. നീ ഒരൊറ്റ ഒരുത്തി കാരണം ബാലേട്ടനെ എനിക്ക് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നത്. നീ കാരണം ഈ കുടുംബം നശിച്ചു എന്ന് പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ ദേവിയാണെങ്കിൽ പറയും, അമ്മേ ഏതൊരു കുറ്റവാളിക്കും അവർ ചെയ്ത് തെറ്റെന്താന്ന് പറയാനുള്ള ഒരു അവസരം കോടതി കൊടുക്കും, അങ്ങനെയെങ്കിലും എനിക്കൊരു അവസരം തന്നൂടെ, എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഓ നീ കള്ളത്തരം പറഞ്ഞു കൊണ്ടുവരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്കാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ദേവി പറയും, എനിക്ക് പറയാനുള്ളത് പറയാതെ ഞാൻ ഇവിടുന്ന് പോവത്തില്ല എന്ന്. അന്നേരം നീ ഇവിടെ തന്നെ നിന്നോ, ഒരു കുഴപ്പമില്ല, മീനാക്ഷി ഉള്ളിലേക്ക് പോകുന്ന പറയും. എന്നിട്ട് വീണ്ടും നമ്മുടെ ദേവിയെ പിടിച്ച് പുറത്താക്കുകയാണ് കേട്ടോ. ഇറങ്ങി പോടി ഇവിടുന്ന് പറഞ്ഞിട്ട് വാതിലങ്ങ് കൊട്ടിയടിക്കും. അന്നേരം ദേവി ഇങ്ങനെ കരഞ്ഞ് വാതിൽക്കൽ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഉദയഭാനുവും ശ്രീകലയും കൂടെ തെരഞ്ഞു വരുന്നത്. എന്നിട്ട് ഓടി വന്നിട്ട്, ദേവി നീ എന്തിനടി ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് ഭയങ്കര ശാപാണ്. ശ്രീകലയുടെ സംസാരം കേൾക്കുമ്പോഴേ അകത്ത് നിന്ന് ഗോമതി പറയുന്നുണ്ട്, കള്ളനും കള്ളിയും വന്നിട്ടുണ്ട്, ഇനി എന്തൊക്കെയാ ഉണ്ടാവാന്ന് ദൈവത്തിനെ അറിയുന്നു. അന്നേരം ശ്രീകല വന്നിട്ട് പറയുന്നുണ്ട്, ഈ കുടുംബം എന്നേക്കുമായിട്ട് നശിച്ചു പോട്ടെ, നശിച്ച് നാരായണക്കല്ലെടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ശപിക്കുകയാണ്. അത് കേട്ടിട്ട് നമ്മുടെ ഗോമതി ആണെങ്കിൽ ആകെ കലിപ്പിൽ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇവറ്റകളുടെ ആ ശബ്ദം കേട്ടിട്ട് നമ്മുടെ ആനന്ദിന് ദേഷ്യം പിടിച്ച് പുറത്തിറങ്ങാനൊക്കെ ശ്രമിക്കുമ്പോഴേക്കും എല്ലാവരും കൂടി ചേർന്ന് പിടികൂടുകയാണേ.